ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, 6th ചാപ്റ്റർ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡെറിവേറ്റീവ് എന്താണെന്ന് പഠിച്ചു അല്ലേ? വിവിധ ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് കൂടുതലായും എൻജിനീയറിങ്ങിലും അതുപോലെ സയൻസ്, സോഷ്യൽ സയൻസ് എക്സെട്ര അങ്ങനെ പല ഫീൽഡിലും ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഡെറിവേറ്റീവ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ സിറ്റുവേഷനിൽ, ഏതൊക്കെ കേസസ് ആണ് വരുന്നത്. ടു ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ക്വാണ്ടിറ്റീസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വോളിയത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഫിയറിൻ്റെയോ അങ്ങനെയൊക്കെ വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ, അല്ല നിങ്ങൾ ഫിസിക്സിലൊക്കെ റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ളത് കൂടുതലായും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വെലോസിറ്റി ഒക്കെ പറയുമ്പോൾ അല്ലേ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അതുപോലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഒരു മീനിങ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ളത് അല്ലേ. ഒരു വേരിയബിൾ, അതായത് dy/dx എന്ന് പറഞ്ഞാൽ വൈയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നു. അതുപോലെ രണ്ടാമത്തേത് ടു ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഓൺ വിച്ച് എ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ, ഏത് ഇൻ്റർവെല്ലാണ് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നത്, ആ ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടു ഫൈൻഡ് ദി ഇക്വേഷൻസ് ഓഫ് ടാൻജൻറ്റ് ആൻഡ് നോർമൽ ടു എ കർവ് അറ്റ് എ പോയിന്റ്, ടാൻജൻറ്റിൻ്റെയും അതുപോലെ നോർമലിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും കർവിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അവിടെ വരക്കുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് അല്ലേ. ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അതാണ്. ഏതൊരു പോയിന്റിലുമുള്ള ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ വരക്കുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ നമ്മൾക്ക് അത് ഉപയോഗിച്ചിട്ട് ആ ഐഡിയ വെച്ചിട്ട് നമുക്ക് ടാൻജൻറ്റിൻ്റെ ഇക്വേഷനൊക്കെ കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് ഉപയോഗിക്കാം. അതുപോലെ നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദി ടേണിംഗ് പോയിൻറ്റ്സ് ഓൺ ദി ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ വിച്ച് ഇൻ ടേൺ വിൽ ഹെൽപ്പ് us to locate points at which largest or smallest value of a function occurs. അതായത് ഒരു ഫംഗ്ഷൻ അത് ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിൽ എവിടെയാണ് സ്മോളസ്റ്റ് വാല്യൂ ഒക്കർ ചെയ്യുന്നത്, അതുപോലെ എവിടെയാണ് ലാർജസ്റ്റ് വാല്യൂ ഒക്കർ ചെയ്യുന്നത്, ഏത് പോയിന്റിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് ലാർജസ്റ്റ് ഓർ സ്മോളസ്റ്റ് വാല്യൂ, ഏതൊരു സ്മോൾ ഇൻ്റർവെല്ലിനുള്ളിലാണ് ലാർജസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് വാല്യൂ ഒക്കർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഓർ മിനിമം വാല്യൂ കണ്ടെത്താൻ. അതുപോലെ ലാസ്റ്റ് ടു ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ സർട്ടൻ ക്വാണ്ടിറ്റീസ്, അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നു. അതുപോലെ ഏരിയയുടെ അല്ലെങ്കിൽ വോളിയത്തിൻ്റെ ഒക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കേസസ് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. അതായത് dy/dx എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇനി എക്സും വൈയും മൂന്നാമതൊരു തേർഡ് വേരിയബിളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ടി, അതായത് പാരാമെട്രിക് ഫോം അല്ലേ, x = f of t, y = g of t ആണെങ്കിൽ dy/dx എന്ന് പറഞ്ഞാൽ dy/dt/dx/dt ആണ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു t ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് x വിത്ത് റെസ്പെക്ട് ടു t, അതാണ് dy/dx എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് വെൻ r = 3 cm. സർക്കിളിൻ്റെ ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, πr² ആണ് അല്ലേ. അപ്പോൾ dA/dr ആണല്ലോ കാണേണ്ടത്. dA/dr എന്താ വരിക, വിത്ത് റെസ്പെക്ട് r ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പൈ കോൺസ്റ്റൻ്റ് ആണല്ലോ, പൈ × r² 2r എന്നല്ലേ വരിക. അപ്പോൾ 2πr എന്നല്ലേ വരിക. ഇനി റേഡിയസ് 3 ആകുമ്പോഴുള്ള ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ dA/dr പറയുന്നത് അതിൽ റേഡിയസിന് 3 കൊടുക്കുമ്പോൾ 6π എന്ന് കിട്ടും, cm²/cm. അപ്പോൾ ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച്, 6π ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്.
അടുത്തത് എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വയറ്റ് ലേക്ക് ആൻഡ് വേവ്സ് മൂവ് ഇൻ സർക്കിൾ അറ്റ് എ സ്പീഡ് ഓഫ് 4 centimeter per second. At the instant when the radius of the circular wave is 10 centimeter, how fast is the enclosed area increasing? ഇപ്പോൾ ഇവിടെ എന്താ തന്നത്, ഒരു വെള്ളത്തിൽ കല്ലിടുമ്പോൾ അതിൽ ഓളങ്ങളുണ്ടാവും അല്ലേ, അതായത് സർക്കുലാർ ഫോമിലല്ലേ അത് ഉണ്ടാവുക. ആദ്യം ചെറിയ സർക്കിൾ, പിന്നെ അതിനേക്കാൾ വലുത്, പിന്നെ അതിനേക്കാൾ വലുത്, അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് സർക്കിളിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, സർക്കിൾ വലുതായി വലുതായി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ ഫാസ്റ്റ് ഈസ് ദി എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്, ഏരിയ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് തന്നിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വേവ്സ് മൂവ്സ് ഇൻ സർക്കിൾ അറ്റ് എ സ്പീഡ് ഓഫ് 4 centimeter per second, 4 centimeter per second എന്നുള്ള രീതിയിൽ വേവ്സ് മൂവ് ചെയ്യുന്നു, വലുതായി വലുതായി വരുന്നു, വലുതായി വലുതായി വരുന്നു എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലേ വലുതാവുന്നത്. അപ്പോൾ dr/dt ആണ് നമുക്ക് 4 centimeter per second തന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dA/dt ആണ്. A = πr² ആണല്ലോ. അപ്പോൾ dA/dt എന്താ വരിക, പൈ ഇൻറ്റു r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു dr/dt അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതിൽ dr/dtയുടെ വാല്യൂ കൊടുക്കണം, പിന്നെ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വേവ് 10 centimeter ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സർക്കുലർ വേവ് 10 centimeter ആകുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ ആറിന് 10ഉം കൊടുക്കുക, dr/dtക്ക് 4ഉം കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ 85 centimeter² per second എന്ന് കിട്ടും. ഇതാണ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്. നെക്സ്റ്റ്, an edge of a variable cube is increasing at the rate of 3 centimeter per second. How fast is the volume of the cube increasing when the edge is 10 centimeter long? ഒരു ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ, അതാണ് ചോദിക്കുന്നത്. എക്സ് ആണ് ഒരു ക്യൂബിൻ്റെ സൈഡ് എങ്കിൽ സൈഡിൻ്റെ ലെങ്ത് എക്സ് ആണ്. അതുപോലെ വി ആണ് വോളിയത്തെ സൂചിപ്പിക്കുന്നത്, വി ഡിനോട്ട് വോളിയം. അപ്പോൾ v = x³ എന്ന് വരും അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ തന്നിട്ടുള്ളത്, എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഏതിൻ്റെയാണ് തന്നുള്ളത്, സൈഡിൻ്റെ അല്ലേ. സൈഡ് ഇൻക്രീസ് ചെയ്യുന്നത് എൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്, അതായത് dx/dt തന്നിട്ടുണ്ട്, 3 centimeter per second എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് dv/dt കാണണം. v എന്ന് പറഞ്ഞാൽ x³ ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, 3x² ഇൻറ്റു dx/dt എന്ന് വരും അല്ലേ, കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി അതിൽ എക്സിൻ്റെ വാല്യൂവും dx/dtയുടെ വാല്യൂ ഒക്കെ കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ തന്നത് 10 centimeter ആകുമ്പോഴാണ്, dx/dt 3 ആണ് തന്നിന്. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ ആൻസർ 900 centimeter³ per second എന്ന് കിട്ടും. അടുത്തത്, ദി വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 centimeter³ per second. ഹൗ ഫാസ്റ്റ് ഈസ് the surface area increasing when the length of an edge is 10 centimeter. സർഫസ് ഏരിയയുടെ റേറ്റ് കാണണം. ഇതും ക്യൂബ് തന്നെയാണ്. അപ്പോൾ വി ആണ് വോളിയം, എസ് ആണ് സർഫസ് ഏരിയ, അതുപോലെ അതിൻ്റെ എഡ്ജ് എക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ v = x³ അല്ലേ, ക്യൂബിൻ്റെ വോളിയം x³, സർഫസ് ഏരിയ എന്താ വരിക, 6x² അല്ലേ വരിക, അല്ല 6 ഫേസ് അല്ലേ ക്യൂബിനുള്ളത്, അപ്പോൾ 6x² എന്ന് വരും. നമുക്ക് dv/dt തന്നിട്ടുണ്ട്, 9 centimeter³ per second തന്നിട്ടുണ്ട്. dv/dt ആക്ച്വലി എന്താ വരിക, 3x² ഇൻറ്റു dx/dt എന്നല്ലേ വരിക. അത് നമുക്ക് 9 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് 9 = 3x² ഇൻറ്റു dx/dt implies dx/dt = 9/3x² എന്നാണ്. അത് 3 കട്ട് ചെയ്യുമ്പോൾ 3/x² എന്നാണ് dx/dt വരിക. നമുക്ക് ഇനി സർഫസ് ഏരിയയുടെ റേറ്റാണ് വേണ്ടത്, അതായത് ds/dt ആണ് വേണ്ടത്. സർഫസ് ഏരിയ എന്താ 6x² അല്ലേ, അപ്പോൾ ds/dt എന്ത് വരും, 6 ഇൻറ്റു 2x ഇൻറ്റു dx/dt എന്ന് വരും അല്ലേ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ഇൻറ്റു dx/dt, അതായത് 12x ഇൻറ്റു dx/dt. നേരത്തെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 3/x² കിട്ടിയിട്ടുണ്ട്, അതവിടെ കൊടുത്തു. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 36/x എന്ന് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എക്സ് 10 centimeter ആകുമ്പോൾ ആണ് കാണേണ്ടത്.
അപ്പോൾ ds/dt = 36/10 എന്നാണ്. അതായത് 3.6 cm²/s. സർഫസ് ഏരിയ ആയതുകൊണ്ട് cm²/s ഇത് എഴുതാം. സോ ഇതാണ് ആൻസർ. നെക്സ്റ്റ്, a balloon which always remains spherical on inflation is being inflated by pumping in 900 cubic centimeters of gas per second. Find the rate at which the radius of the balloon increases when the radius is 15 centimeter. അപ്പോൾ ഇവിടെ ബലൂൺ എന്ന് പറയുമ്പോൾ അത് ഏത് ഷേപ്പാണ്? സ്ഫിയർ അല്ലേ, സ്ഫെറിക്കൽ. അതിൻ്റെ ഉള്ളിൽ ഗ്യാസ്, ബലൂണിൻ്റെ ഉള്ളിലേക്ക് ഗ്യാസ് ഇങ്ങനെ കയറ്റുമ്പോൾ പിന്നെ അതൊരു സ്ഫിയറിൻ്റെ ഷേപ്പാണ്. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം എന്താണ്? 4/3 πr³ ആണ്. dv/dt തന്നിട്ടുണ്ട് തോന്നുന്നു, വോളിയം അല്ലേ, തന്നിട്ടുണ്ട് ഇവിടെ. വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 900 cm³/s തന്നിട്ടുണ്ട്. ഇനി dv/dt എന്താ വരിക? 4/3 π × r³ ഡെറിവേറ്റീവ് 3r² × r വിത്ത് റെസ്പെക്ട് ടു dr/dt എന്ന് വരും അല്ലേ. അവിടെ 3 ക്യാൻസൽ ചെയ്താൽ 4πr² dr/dt എന്ന് വരും. അത് 900 എന്ന് തന്നിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് dr/dt = 900/4πr² എന്ന് എഴുതാം. ഇനി റേഡിയസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 15 cm ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ dr/dt = 900/4π × 15² എന്ന് കിട്ടും. അത് 900 ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്ററിലുള്ള കോൺസ്റ്റൻസ് കൃത്യമായിട്ട് 900 ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ 1/π cm/s എന്ന് കിട്ടും. റേഡിയസ് അല്ലേ, അപ്പോൾ cm/s എന്നാണ് വരിക. നെക്സ്റ്റ്, എ ladder 5 meter long is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 cm/s. How fast is its height on the wall decreasing when the foot of the ladder is 4 meter away from the wall? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ലാഡർ, അത് ഏണി അല്ലേ, അതൊരു ചുമരിന് ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഒരു ചുമരിനല്ലേ, അപ്പോൾ ചുമരിൽ നിന്ന് അതിങ്ങനെ സ്ലിപ്പായി, ചെറുതായിട്ട് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൂട്ട് ഓഫ് ദി ലാഡർ അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. ഫൂട്ട് ഓഫ് ദി ലാഡർ ചുമരിൽ നിന്ന് എത്രമാത്രം അത് പോകുന്നു എന്നുള്ളത് അത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ dx/dt തന്നിട്ടുണ്ട് 2 cm/s എന്നുള്ളത്. നമുക്ക് വാളിൽ, അതായത് ചുമരിലുള്ള അതിൻ്റെ ഹൈറ്റ് എത്ര ഡിഗ്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ലിപ്പായി പോകുന്നുണ്ടല്ലോ, നിരങ്ങി പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ y ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് ചുമരിൽ നിന്നും അതിൻ്റെ ഫൂട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് OA, അത് എക്സ് ആയിട്ടാണ്. അതുപോലെ ചുമരിൽ അതിൻ്റെ ഹൈറ്റ് വരുന്നത്, ഏണി ചാരി വെക്കുമ്പോൾ ചുമരിലുള്ള അതിൻ്റെ ഹൈറ്റ് വരുന്നത് അത് y, അതായത് OB എന്നുള്ള y ആണ്. പിന്നെ ലാഡറിലെ ലെങ്ത്ത് 5 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ഫിഗറിൽ നോക്കിയിട്ട് അതൊക്കെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഇനി dx/dt, അതായത് ചുമരിൽ നിന്ന് അതിൻ്റെ ലാഡറിൻ്റെ ഫൂട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പോൾ അത് നിരങ്ങി പോകുമ്പോൾ അതിൻ്റെ ആ റേറ്റ് അത് കൂടുതൽ അങ്ങോട്ട് പോവില്ലേ. അപ്പോൾ റേറ്റ് dx/dt എന്ന് പറയുന്നത് 2 cm/s എന്ന് തന്നിട്ടുണ്ട്. ഫൂട്ട് ഓഫ് ദി ലാഡർ അവേ ഫ്രം ദി വാൾ, അതായത് dx/dt, അത് 2 cm/s തന്നിട്ടുണ്ട്. അതിന് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, OAB എന്നുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൽ നമുക്ക് പൈത്തഗോറസ് തിയറം കൊടുത്താൽ x² + y² = 5² എന്ന് കിട്ടും അല്ലേ. നമുക്കിത് ചെയ്യണമെങ്കിൽ ഒരു ഇക്വേഷൻ വേണമല്ലോ, ഇക്വേഷൻ ഉപയോഗിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, x² + y² = 25. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x × x-ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു dx/dt + 2y × dy/dt = 0. റൈറ്റ് സൈഡ് കോൺസ്റ്റൻ്റ് അല്ലേ, 0. ഇനി അതിൽ നിന്ന് 2 2 ക്യാൻസൽ ആയാൽ x × dx/dt + y × dy/dt = 0 എന്ന് കിട്ടും. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ലാഡർ ഓൺ ദി വാൾ, അത് ഡിഗ്രീസ് ചെയ്യുന്നത് എത്ര എന്നല്ലേ. ലാഡർ അതിൻ്റെ ചുമരിൽ നിന്ന് എത്ര ഡിഗ്രീസ് ചെയ്യുന്നുണ്ട്, സ്ലിപ്പായി പോകുമ്പോൾ ചുമരിൽ നിന്ന് അതായത് ഹൈറ്റ് എത്ര ഡിഗ്രീസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ y അല്ലേ ഇവിടെ. അപ്പോൾ dy/dt കാണേണ്ടത്.
dy/dt കാണണമെങ്കിൽ എക്സ് വേണം അല്ലേ? എക്സ് തന്നിട്ടുണ്ട്, എത്രയാണ്? 4 മീറ്റർ എവേ ഫ്രം ദി വാൾ അല്ലേ? വാളിൽ നിന്ന് 4 മീറ്റർ എവേ ആണ് അതിൻ്റെ ഫൂട്ടെങ്കിൽ എത്രയാണ് അത് ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂം വേണമല്ലോ. അത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്താൽ y² = 25 - x² അല്ലേ? അതിൽ എക്സിന് 4 കൊടുക്കുമ്പോൾ y² = 25 - 16, അതായത് 9. അപ്പോൾ y = 3 എന്ന് എടുക്കാൻ പറ്റും. ഇനി അതൊക്കെ ഇക്വേഷനിൽ കൊടുക്കാം. x × dy/dt + y × dy/dt = 0. അതായത് 4 × 2 പ്ലസ് y എത്രയാണ്? 3 അല്ലേ? 3 × dy/dt = 0. അതിൽ നിന്ന് നമുക്ക് dy/dt ഇട്ടാൽ -8/3 എന്നാണ്. അതായത് ലാഡർ അതിൻ്റെ വാളിൽ നിന്ന് എത്രമാത്രം ഡിക്രീസ് ചെയ്യുന്നു, നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുന്നത്. So the height of the ladder on the wall decreases at the rate of 8/3 cm/s. നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് നമുക്ക് ഡിക്രീസസ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. നെക്സ്റ്റ്, എ പാർട്ടിക്കിൾ മൂവ് അലോങ് ദി കർവ് 6y = x³ + 2. ഫൈൻഡ് ദി പോയിന്റ്സ് ഓൺ ദി കർവ് at which the y coordinate is changing 8 times as fast as x coordinate. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന കർവിൻ്റെ ഇക്വേഷൻ തന്നത് 6y = x³ + 2 എന്നാണ്. ഇവിടെ തന്ന വേറൊരു കണ്ടീഷൻ y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 8 times as fast as x കോർഡിനേറ്റ്. അതാണ് y എക്സിനനുസരിച്ച് എക്സിൻ്റെ 8 ഇരട്ടി ചേഞ്ച് ചെയ്യുന്നു. അതായത് dy/dx ആണ് നമുക്ക് 8 എന്ന് തന്നത് അല്ലേ? 8. നമുക്ക് തന്നിരിക്കുന്ന കർവിൻ്റെ ഇക്വേഷൻ അതാണല്ലോ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന കർവ്. അതിൻ്റെ ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 6 × y, അതായത് വിത്ത് റെസ്പെക്റ്റ് ടു 6 × dy/dx = 3x² ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുക. അതിൽ നിന്ന് dy/dxൻ്റെ വാല്യൂ അവിടെ 8 എന്ന് കൊടുക്കാം. അപ്പോൾ 3x² = അവിടെ നമ്മൾ 3 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8 = x²/2 എന്ന് കിട്ടും. x² = 16. സോ x = +or-4 എന്ന് കിട്ടും. അതിന് എക്സിന് 2 വാല്യൂ +4 - 4. എക്സിൻ്റെ ഒരു വാല്യൂ, അതായത് 4 എന്നുള്ള വാല്യൂ കർവിൻ്റെ ഇക്വേഷനിൽ കൊടുത്താൽ y കോർഡിനേറ്റ് നമ്മൾക്ക് 11 എന്ന് കിട്ടും. എക്സിന് -4 എന്നുള്ള വാല്യൂ കർവിൻ്റെ ഇക്വേഷനിൽ കൊടുത്താൽ y = -31/3 എന്ന് കിട്ടും. സോ ഇതാണ് പോയിന്റ് 4, 11 എന്നുള്ള പോയിന്റും അതുപോലെ -4 -31/3 എന്നുള്ള പോയിന്റും. നെക്സ്റ്റ്, എ മാൻ 2 meter height walks at a uniform speed of 5 km/h away from a lamp post 6 meter height. Find the rate at which the length of his shadow increases. ഇപ്പോൾ മാനിൻ്റെ ഹൈറ്റ് 2 meter ആണ് തന്നിട്ടുണ്ട്. അയാൾ സഞ്ചരിക്കുന്ന അതിൻ്റെ സ്പീഡ് 5 km/h ആണ് തന്നിട്ടുണ്ട്. എവേ ഫ്രം ദി ലാമ്പ് പോസ്റ്റിൽ നിന്ന് ദൂരെയായിട്ട്, ലാമ്പ് പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് സഞ്ചരിക്കുന്ന ദൂരം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദി ലെങ്ത് ഓഫ് ഹിസ് ഷാഡോ ഇൻക്രീസസ്. അദ്ദേഹത്തിൻ്റെ ഷാഡോ ഇൻക്രീസ് ചെയ്യുന്ന ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതും നമുക്കിങ്ങനെ ഫിഗറായിട്ട് വരക്കാൻ പറ്റും. ലാമ്പ് പോസ്റ്റ് അതിൻ്റെ ഹൈറ്റ് 6 അല്ലേ തന്നത്? അതെ, ലാമ്പ് പോസ്റ്റ് 6 meter. അതുപോലെ അയാളുടെ ഹൈറ്റ്, അതിപ്പോൾ അയാളുടെ പൊസിഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ എന്നുള്ളത് AE, അതാണ് ലാമ്പ് പോസ്റ്റിൻ്റെ ഹൈറ്റ്. അയാളുടെ ഹൈറ്റ് BD, അത് 2 meter. അപ്പോൾ ABCDE ആ പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എ എന്നുള്ള ലാമ്പ് പോസ്റ്റിൻ്റെ അറ്റത്തു നിന്ന്, അതായത് അതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് അയാളിലേക്കുള്ള ദൂരം, അത് എക്സ് എന്ന്, അയാൾ സഞ്ചരിക്കുന്ന ദൂരമല്ലേ, അപ്പോൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അയാളുടെ ഷാഡോവിൻ്റെ ലെങ്ത്ത്, അതാണല്ല BC ആയിട്ട് വരിക, അത് Y എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾസ് ഇവിടെ യൂസ് ചെയ്യാനുണ്ട്. ഏതൊക്കെ 2 സിമിലർ ട്രയാങ്കിൾസ്? ACEയും BCDയും. ആ സിമിലർ ട്രയാങ്കിൾസും നമുക്കിവിടെ ആവശ്യമുണ്ട്.
ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എക്സ് ആണ് ഡിസ്റ്റൻസ് ഓഫ് ദി മാൻ ഫ്രം ദി ലാമ്പ് പോസ്റ്റും അതുപോലെ വൈ ബി ദി ലെങ്ത് ഓഫ് ഹിസ് ഷാഡോ അറ്റ് എ ടൈം ടി. അപ്പോൾ നമുക്ക് ഈ സിമിലർ ട്രയാങ്കിൾസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്താണെന്ന് നോക്കാം. എ സി ബൈ ബി സി ഈസ് ഈക്വൽ ടു എ ഇ ബൈ ബി ഡി. അതായത് എക്സ് പ്ലസ് വൈ ബൈ വൈ ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3. അതിൽ നിന്ന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3y എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 2y എന്ന് കിട്ടും. അത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ഈ ഇക്വേഷൻ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 2 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടും. ഇതാണ് കണ്ടീഷൻ. ഇനി ഡി എക്സ് ബൈ ഡി ടി, അതായത് അയാൾ സഞ്ചരിക്കുന്ന വേഗത അല്ലെ, ആ സ്പീഡിൻ്റെ റേറ്റ് ഡി എക്സ് ബൈ ഡി ടി 5 km/h ആണ് തന്നത്, അല്ലെങ്കിൽ 5000 m/h എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി ഡി വൈ ബൈ ഡി ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ഷാഡോയിൻ്റെ റേറ്റ് അല്ലേ. അപ്പോൾ ഡി വൈ ബൈ ഡി ടി എന്താണ്, ഹാഫ് ഇൻറ്റു 2 ഇങ്ങോട്ട് എടുത്താൽ ഹാഫ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. അതായത് ഹാഫ് ഇൻറ്റു 5000, അപ്പോൾ 2500 m/h എന്ന് കിട്ടും. ഇതാണ് ഷാഡോ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, അല്ലെങ്കിൽ 2.5 km/h. അപ്പോൾ ഒരു ഹോംവർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സസൈസ് 6.1 14. അത് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം.